ഹരേ കൃഷ്ണ. ഐശ്വര്യപൂർണമായ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗുരുവായൂർ. ഈ ഉത്സവ നാളുകളിൽ അതീവ പ്രസന്നനായി വാഴുന്ന കണ്ണൻ്റെ സന്നിധിയിൽ ഇന്ന് ഭക്തമനസ്സുകളെ കുളിരണിയിക്കുന്ന ഒരു ദിവ്യ ദർശനമാണ് ഉച്ചപൂജയ്ക്ക് ചാർത്തിയുണ്ടായിരുന്നത്. ഭഗവാൻ തൻ്റെ ഭക്തനെ രക്ഷിക്കാനായിട്ട് ഗരുഡാരൂഢനായി പറന്നിറങ്ങുന്ന ഗജേന്ദ്രമോക്ഷം അലങ്കാരമാണ് ഇന്നുണ്ടായിരുന്നത്. ഇത് വെറൊരു അലങ്കാരമല്ല, മറിച്ച് നമ്മളോട് എന്താ പറയണേന്നറിയോ? എൻ്റെ ഭക്തൻ എവിടെ സങ്കടപ്പെട്ടാലും ഞാൻ അവിടെ ഓടിയെത്തും എന്ന ഭഗവാന്റെ ഉറപ്പാണ് ഈ അലങ്കാരത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ശ്രീലകത്ത് കളഭം കൊണ്ട് ചമയിച്ചെടുത്ത ആ രൂപം ഒന്ന് നോക്കി നോക്കൂ. കണ്ണൻ വേഗത്തിൽ പറന്നു വരുന്ന ഗരുഡൻ്റെ പുറത്ത് 2 കാലുകളും ഇരുവശത്തേക്കും തൂക്കിയിട്ട് അതീവ ഗാംഭീര്യത്തോടെ ചതുർബാഹുവായ നാരായണനായിട്ടാണ് എഴുന്നള്ളണത്. ചതുർബാഹുവായ നാരായണനായി എന്ന് പറയുമ്പോൾ ഓരോ കരങ്ങളിലും ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ്, പത്മം എന്നിവയാണ് ഭഗവാൻ ഏന്തിയിട്ടുള്ളത്. ഓരോ കരങ്ങളിലും ഇതെല്ലാം പിടിച്ചോണ്ടാണ് ഭഗവാൻ എഴുന്നള്ളണത്. തിളക്കമുള്ള പൊൻകിരീടമുണ്ട്. അതിനു മുകളിലായിട്ട് വെളുത്ത പൂക്കളും തെച്ചിപ്പൂക്കളും തുളസിയും കോർത്ത തിരുമുടിമാലകളാണ്. കഴുത്തിൽ മുല്ലമൊട്ടുമാലയും പതക്കവും ഉണ്ട്. കൈകളിൽ പൊൻവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. സ്വർണ്ണ കസവുള്ള ചുവന്ന പട്ടുടയാട ചാർത്തിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. കാലുകളിൽ പൊന്തളകൾ അണിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി അങ്ങോട്ട് കാണുമ്പോണ്ടല്ലോ നമ്മുടെ കണ്ണും മനസ്സും നിറഞ്ഞു പോകും. ഭഗവാന്റെ തൊട്ടു താഴെയായിട്ട് തുമ്പിക്കൈയിൽ താമരപ്പൂവായിട്ട് ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഗജേന്ദ്രനും ഉണ്ട്. ഭക്തിയുടെയും ശരണാഗതിയുടെയും പൂർണ്ണമായിട്ടുള്ള ഒരു രൂപമാണ് ഇന്നത്തെ അലങ്കാരം എന്ന് പറയുന്നത്. ഗജേന്ദ്രമോക്ഷം എന്ന ഈ അലങ്കാരം നമ്മളോട് എന്താണ് പറയണത് എന്നറിയോ? ഗജേന്ദ്രൻ എന്ന ആന അഹങ്കാരത്തിൻ്റെയും ലൗകിക സുഖങ്ങളുടെയും പ്രതീകമായിരുന്നു. എന്നാൽ മുതല എന്ന് പറയുന്നത് സംസാര സാഗരത്തിലെ കഷ്ടപ്പാടുകളെയാണ് നമ്മൾ മുതല എന്ന് ഉദ്ദേശിക്കുന്നത്. കാലിൽ പിടുത്തമിട്ടപ്പോൾ സ്വന്തം കരുത്തിലോ ബന്ധുക്കളിലോ വിശ്വാസമില്ലാതായ നിമിഷം നാരായണ അഖില ഗുരു ഭഗവാനേ നമസ്തേ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ സർവവും മറന്ന് ഓടിയെത്തുകയാണ് ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകളുടെ മുതലകൾ നമ്മളെ പിടികൂടും അല്ലേ? അതേപോലെ കഷ്ടപ്പാടുകളാകുന്ന മുതലകൾ നമ്മളെ പിടികൂടുമ്പോൾ, ലോകം മുഴുവൻ നമ്മളെ കൈവിടുമ്പോൾ ഏക ആശ്രയം എന്ന് പറയുന്നത് ആ ഗുരുവായൂരപ്പൻ മാത്രമാണ്. ഞാനുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ എന്ന ആ മന്ദഹാസം ഭക്തർക്ക് നൽകുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് മാത്രമാണ് ജീവിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. ആ ശ്രീലകത്തേക്ക് നോക്കി നമുക്ക് കൈകൂപ്പാം. നമ്മുടെ സങ്കടങ്ങൾ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. കണ്ണൻ്റെ ആ പ്രസന്നമായ മുഖം മനസ്സിൽ ധ്യാനിച്ചിട്ട് നമുക്ക് ഉറക്കെ വിളിക്കാം, നാരായണ 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 നാരായണ. ഏത് പാപ സാഹചര്യത്തിലും ഭഗവാന്റെ നാമം ജപിച്ച നമ്മളെ തേടി ഭഗവാൻ പറന്നു വരും. ഈ ഗജേന്ദ്രമോക്ഷം അലങ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് പരിപൂർണമായ ശരണാഗതിയാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് നാരായണ 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 എന്ന് ജപിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ.